ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ ഇന്ദ്രനെ കുറിച്ചുള്ള സത്യങ്ങൾ അനുപമയോട് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ദ്രേട്ടനെ ഒരു പക്ഷേ അനുചേച്ചിക്ക് മറക്കാൻ കഴിയില്ലെന്നറിയാം, എങ്കിലും കൂടി പറയുകയാണ് എന്ന് പറയുമ്പോൾ അത് നിന്റെ തോന്നൽ മാത്രം. അയാളോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു, ജീവനൊക്കെ തുല്യം ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ സ്നേഹത്തിന് ഇപ്പോൾ വിള്ളൽ ബാധിച്ചിരിക്കുന്നു. ഇനി അയാളില്ലാതെ ജീവിക്കുന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുമ്പോൾ ചേച്ചി എടുത്ത ഈ തീരുമാനം നല്ലത് തന്നെ. കാരണം അയാൾ ഹർഷയുടെ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ അയാൾ സ്വന്തം കുഞ്ഞായി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചേച്ചി ഇനി ഒരു വിദ്യാവരുതെന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ അനുപമ ഇനി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ദാസിന്റെ വീട്ടിൽ കാത്തിരിക്കുകയാണ് അനുപമ വരാ എന്ന് പറഞ്ഞ സുശീലയും ഇന്ദ്രനും. കാരണം എഗ്രിമെന്റിൽ ഒപ്പിടാനുള്ള ആ പരിപാടിയാണ്. അങ്ങനെ ദാസ് പറയുന്നുണ്ട്, എഗ്രിമെന്റ് ഇതാ ഇരിക്കുന്നു, ഈ എഗ്രിമെന്റോട് കൂടിയിട്ടുള്ള ഈ ഒപ്പിടൽ തീർച്ചയായും ഇതിനോടുകൂടി നിങ്ങൾ 25,000 രൂപ കൊടുക്കണം, ഇത് കോടതിയിലെ ആ ഒരു വിധി പ്രകാരമുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ സുശീലയുടെ കണക്ക് കൂട്ടലുകൾ വേറെയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇന്ദ്രൻ പ്രതീക്ഷകളോടുകൂടി അനുപമയെ കാത്തിരിക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ തന്നെ സുശീല പറയാണ്, അവൾ ഇനി വാക്കാൽ പറ്റിക്കും, അത് ഉറപ്പാണ്, വരാമെന്ന് പറഞ്ഞ് അവൾ വരത്തില്ല എന്നുള്ള സത്യമൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ്, ഇല്ല അവൾ വരും എന്ന് ദാസ് പറയാൻ കേട്ടോ. അനുപമ അങ്ങനെ വാക്ക് പറഞ്ഞ് തെറ്റിക്കുന്ന ഒരാളല്ല. അപ്പൊ സുശീല പറയണേ, എനിക്ക് അവളെ നന്നായി അറിയാം. അപ്പൊ ഇന്ദ്രൻ പറയാം, അമ്മൊന്നും അടങ്ങുന്നുണ്ടാ, അമ്മൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടാ, അമ്മയുടെ വാക്കുകൾ കൊണ്ട് ഇനി അനുപമയെ ശുണ്ടി പിടിപ്പിക്കാൻ നിൽക്കരുത് എന്നുള്ള സത്യം കൂടി ഇന്ദ്രൻ വെളിപ്പെടുത്തുമ്പോഴാണ് അനുപമ കയറി വരുന്നത് കേട്ടോ. അനുവിനെ കണ്ടവിടെ തന്നെ ദാസ് ചോദിക്കുകയാണ്, എന്താ അനു നേരം വഴുകിയത്? അത് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പൊ അനുപമയെ കുറിച്ച് ആദ്യം തന്നെ പറയുന്നുണ്ട്, വീട്ടിൽ അവളെ ഒറ്റയ്ക്കൽ എല്ലാ കാര്യങ്ങളും അവളെ തന്നെ ചെയ്തു വെച്ച് പോരണ്ടേ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അനുപമ ഇവിടെ എത്തുമ്പോൾ ഉടൻ തന്നെ അനുപമയോട് ചോദിക്കുകയാണ്, ഇനി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കുകയല്ലേ, ഒപ്പിടൽ തുടങ്ങുകയല്ലേ എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ അനുപമ പറയാണ്, തീർച്ചയായും എന്ന് പറയുമെന്ന പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോഴാണ് അനുപമ ആ എഗ്രിമെന്റ് പേപ്പറുകൾ എടുത്തിങ്ങനെ നോക്കുന്നത് കേട്ടോ. അത് കാണുന്ന സുശീലയുടെ പിടിവിട്ടു പോവാണ്. ഈശ്വര, ഇവളെന്തോന്ന് മനസ്സിൽ കണ്ടിരിക്കുന്നു എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അനുപമ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മറുപടി കൊടുത്തു കേട്ടോ. ഈ എഗ്രിമെന്റ് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് ടേബിളിലോട്ട് ഒരു ഇടലിടുമ്പോൾ ദാസ് ചോദിക്കാണ്, എന്താ അനു നീ പറയുന്നത്, എനിക്ക് തന്ന വാക്ക്? അപ്പോൾ തന്നെ സുശീല പറയണത്, ഇത് ദാസാറിനെയാണ് കബളിപ്പിച്ചിരിക്കുന്നത്, വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള സത്യത്തെ സുശീല വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അനുപമ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ദാസ് ചോദിക്കുന്നത്, എന്താ മോളെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പൊ ഉടൻ തന്നെ ഇവിടെ അവളുടെ വേറെ ഭർത്താവിന് ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും എന്ന് സുശീല വാക്ക് പറയുമ്പോൾ, അത് സത്യം തന്നെയാണ്, വേറെ ആരെങ്കിലും ചെലവിന് തരാനുണ്ടാവും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഉടൻ തന്നെ ഇങ്ങനെ, അത് ശരി തന്നെയാണ്, എനിക്ക് എന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അച്ഛനുള്ളിടത്തോളം കാലം എനിക്കും എൻ്റെ കുഞ്ഞിനും 25,000 രൂപ വെച്ചിട്ട് ചെലവിന് തരും. കാരണം അനുപമ ഒന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാളുടെ 25,000 ഞാൻ മാസം മേടിച്ചാൽ ഇയാളും ഇയാളുടെ അമ്മയും ആ അധികാരം വെച്ച് എന്നെ പലതും കാണിക്കാൻ നോക്കും, അത് ഉണ്ടാവാൻ പാടില്ല, അത് ഉണ്ടായാൽ എനിക്ക് പ്രശ്നമാണെന്ന് അനുപമ മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ അനുപമ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് ഇങ്ങനെ ഇന്ദ്രൻ എന്താ അനു ഇങ്ങനെ ചോദിക്കാൻ വരുമ്പോഴേക്കും അനുപമ പറയണേ, അതെ നിങ്ങൾക്കിപ്പോ വേറെ ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടല്ലോ, വേറെ ആളുകളുടെ ഭാര്യയും കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, അവരെ നോക്കാൻ നിങ്ങൾക്കുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് തരില്ല എന്ന് പറഞ്ഞിട്ട് അനുപമ അവിടെ നിന്ന് പോകുമ്പോൾ ദാസിന്റെ മുന്നിൽ വെച്ച് സുശീല പറയണത്, ദാസാറിനെയാണ് ഇവള് കബളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം പറയണം. അപ്പൊ അനുപമയുടെ മുന്നിലോട്ട് ഇന്ദ്രൻ ചെല്ലണത്. ഇന്ദ്രൻ പറയണം, അനു നീ ഒരു പറഞ്ഞ വാക്കിന്റെ മേലിലാണ് ഞാൻ ഇതിന് മുന്നോട്ട് വന്നത്, ഇപ്പൊ എന്താ വാക്ക് മാറുന്നത്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, തീർച്ചയായും നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ കടക്ക് 25 ലക്ഷം രൂപ അത് തരിക, അത് വന്നാൽ നിങ്ങൾക്ക് ഈ കട ഞാൻ വിട്ടുതരാം, നിങ്ങൾ ഞാനും, പിന്നെ ഇതിന്റെ പേരിൽ ഒരു കരാറും പാടില്ല, മുന്നോട്ട് നീക്കം പാടില്ല എന്ന് പറയാനിട്ട. ഇത് കേൾക്കുന്ന സുശീല, മോനെ അത് ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും ദാസാറെ എന്റെ സ്വഭാവം നന്നായി അറിയില്ലേ സുശീല പറയുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ദാസ് ഇങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ചെറിയൊരു പുഞ്ചിരിയൊക്കെ മുഖത്തുണ്ട്, അത് നന്നായി മോളെ എന്നുള്ള ഭാവമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സുശീല ഇതിന് ഒരുങ്ങുമ്പോൾ സുശീല പറയുന്നത്, വേണ്ട മോനെ നീ 25 ലക്ഷത്തിന് ഈ കട വാങ്ങണ്ട, ഞാൻ ഗോകുലിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട തന്നെ, വേണ്ട എനിക്കിത് വിലപേശി മേടിക്കേണ്ടതല്ല, ഇതെന്റെ ജീവിതമാണ്, എൻ്റെ ജീവനാണ് ഈ കട, എൻ്റെ ജീവൻ പോലെ തന്നെയാണ് എനിക്ക് ഈ കടയിൽ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാനിത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിലപേശാൻ ഞാൻ വിട്ടുതരില്ല, 25 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് പോവാൻ കേട്ടോ അനുപമ. എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ പെട്ടെന്ന് അമ്മയെ വാ എന്ന്
പറയുമ്പോൾ വിടട നീ എന്നെ നീ പിടിച്ചു തൂക്കി കൊണ്ടുപോകുന്നു വേണ്ട, എന്റെ വാക്കിന് വില കൊടുക്കാത്ത നീ എന്നെ വിടുക എന്ന് പറയാനായിട്ടാ. പിന്നീട് സുശീല നേരെ പോകുന്നത് സച്ചിയുടെ അടുത്തോട്ടാണ്. സച്ചി തന്റെ ടൈൽ ഷോപ്പിലാണ്. അപ്പോൾ ഉടൻ തന്നെ സച്ചി എന്താ സുശീല, അതെ നിങ്ങളുടെ മകൻ ഗോകുൽ എവിടെ, എന്താ സുശീല? അപ്പൊ ഒരാളൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു മാനേജർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ സാർ അങ്ങോട്ട് അകത്തോട്ട് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. എന്നിട്ട് സുശീലയോടേക്ക് എന്താ സുശീല നിന്റെ ആവശ്യം? അത് കേട്ട ഉടനെ നിങ്ങളുടെ മകൻ എനിക്ക് 25 ലക്ഷം രൂപ തരണം, ആ കടയ്ക്ക് 25 ലക്ഷം രൂപ കൊടുക്കാനാണ് അനുപമ ഇട്ട ഓർഡർ, അതുകൊണ്ട് നിങ്ങൾ 25 ലക്ഷം രൂപ തരണം. എന്തിനാ സുശീല ഞങ്ങൾ 25 ലക്ഷം സുശീല നിനക്ക് തരേണ്ട ആവശ്യം ഇല്ല എങ്കിൽ നിങ്ങളുടെ മകനെ കുറിച്ചുള്ള സത്യം ഞാൻ മാഷിനോട് വെളിപ്പെടുത്തും. എന്ത് സത്യം? ജീവരാജിന്റെ നിയോഗത്തിന് പിന്നിലുള്ള ആ സത്യം. അത് കേട്ട ഉടനെ സുശീല എന്ന് പറഞ്ഞിട്ട് സുശീലയുടെ മുന്നിൽ അങ്ങ് സച്ചി ചിരിക്കാനിട്ടോ. ഇത് കാണുന്ന സുശീല എന്താണ് ഇയാൾ എന്നെ കളിയാക്കിച്ചിരിക്കുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ സച്ചി പറയണ, അയ്യോ സുശീല തെറ്റിപ്പോയി ഈ കണക്ക് കൂട്ടലുകൾ, കാരണം മാഷി സത്യങ്ങൾ എന്നോ അറിഞ്ഞിരിക്കുന്നു, ജീവരാജന്റെ നിയോഗത്തിന് പിറകിൽ ഈ പറയുന്ന ഗോകുലാണെന്നുള്ള സത്യം. അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും സുശീല അത് അവിടെ വെളിപ്പെടുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാനേട്ടോ. പിന്നീടാണെങ്കിൽ ഇന്ദ്രൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ സത്യനോടും ഷ്യാമിനോടും സോനയുടെ ഒക്കെ കാര്യങ്ങൾ പറയാണ്. അല്ല നമ്മുടെ അമ്മ ഇപ്പൊ എങ്ങോട്ടാ പോയത് എന്ന് സോന ചോദിക്കുമ്പോ സത്യം പറയാണ്, ശരിയാണ് എങ്ങോട്ടേക്കാ പോയത്? അപ്പോൾ ഇന്ദ്രൻ പറയാൻ എനിക്കറിയില്ല, അമ്മയുടെ വാശിയല്ലേ അമ്മ അങ്ങ് ഇറങ്ങി എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, അനുചേച്ചി ഇപ്പൊ ഈ തീരുമാനം മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ അനുചേച്ചിക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇന്ദ്രട്ടനോട് ഞാൻ പലവട്ടം ഇന്ദ്രട്ടനോട് ഞാൻ പറഞ്ഞില്ല അമ്മയുടെ ബാലി തൂങ്ങി അർഷയെ കാണാൻ പോകരുതെന്ന്. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാണ് അനുചേച്ചി ഈ കട 25,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടും അനുചേച്ചി ഇപ്പൊ വിട്ടുതരാത്തത്. അതുകൊണ്ട് ഇന്ദ്രട്ട ഇനി എവിടുന്ന് 25 ലക്ഷം ഉണ്ടാക്കും? അത് കേട്ട ഉടൻ തന്നെ സത്യനോട് ഇന്ദ്രൻ പറയണേ, എങ്ങനെയെങ്കിലും 25 ലക്ഷം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, എനിക്ക് എന്തായാലും ഇനി ആ കട വേണം. അതിന് നമ്മുടെ അമ്മ സമ്മതിക്കൊന്നും തോന്നില്ല. എന്തായാലും അനുപമയുടെ അനുചേച്ചിയുടെ കയ്യിലോട്ട് 25 ലക്ഷം രൂപ വെക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അത് എന്റെ തീരുമാനമാണ്, ഞാൻ തീർച്ചയായും അത് വെപ്പിക്കുക തന്നെ ചെയ്യും. അതിന് അമ്മ എതിര് നിന്നാലും എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എനിക്ക് 25 ലക്ഷം രൂപ ഞാൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അത് കൊടുത്തിരിക്കും, ഞാൻ അത് വാങ്ങിയിരിക്കും, അതെന്റെ കടയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സുശീലയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവാണ്. എല്ലാ ഭാഗത്തു നിന്നും വാതിലുകൾ സുശീലയുടെ നേർക്ക് അടയുന്ന ആ സീനുകളാണ് ഇനി പ്രതി ജീവരാജിന്റെ ഇതിൽ പ്രതി സുശീല തന്നെയാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി പ്രതീക്ഷകൾ വീണ്ടും അമ്പിളിക്ക് കൊടുക്കുമ്പോഴാണ് ഇനി അമ്പിളിയുടെ തൂങ്ങി മരിക്കൽ കേട്ടോ. 25 ലക്ഷം അനുപമയ്ക്ക് കിട്ടുമ്പോൾ അത് ഞങ്ങൾക്ക് വേണമെന്നുള്ള നിലപാടുകൾ മുന്നിലോട്ട് വരുമ്പോൾ ഇനിയാണ് കാര്യങ്ങളാകെ അട്ടിമറി കേട്ടോ. അപ്പൊ എന്തായാലും സുശീല എന്ന ആ ഒരു പതനം, സുശീലയുടെ പതനത്തിന് തുടക്കം കുറിക്കുന്ന ആ എപ്പിസോഡുകളാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.